സമൂഹത്തിൽ വർഗീയതയും അപരവിദ്വേഷവും പടർന്നു പിടിക്കുന്ന ഇക്കാലത്ത് മാതൃകയാവുകയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട്ടുള്ള മടിയൻ കൂലോം ക്ഷേത്രവും അതിനോട് ചേർന്നുള്ള ജുമാ മസ്ജിദും. ക്ഷേത്രത്തിലെ പാട്ടുത്സവ ചടങ്ങിൽ സാഹോദര്യത്തിന്റെ സന്ദേശവുമായാണ് പള്ളിക്കമ്മിറ്റി ഭാരവാഹികളും വിശ്വാസികളും പങ്കെടുത്തത്. മതവും ജാതിയും ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടയിൽ സമൂഹത്തിന് മാതൃകയാവുകയാണ് കാഞ്ഞങ്ങാട് മടിയൻ കൂലോം ക്ഷേത്രവും സമീപ പ്രദേശത്തെ ജുമാ മസ്ജിദ് ഭാരവാഹികളും. 700 വർഷങ്ങൾക്കപ്പുറമുള്ള സാഹോദര്യം ഊട്ടിയുറപ്പിക്കുകയാണ് ഇവിടുത്തുകാർ. 1000 വർഷങ്ങൾക്ക് മുൻപ് നാട്ടുരാജാക്കന്മാരുടെ പടയോട്ട കാലത്ത് അവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നതിനായി വനമേഖലയിൽ കാളരാത്രി അമ്മയെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. ആ കാലഘട്ടത്തിൽ മതജാതി വേർതിരിവുകൾ ഇല്ലായിരുന്നെന്നും മനുഷ്യത്വത്തിന് മാത്രമാണ് അന്ന് പ്രാധാന്യം നൽകിയതെന്നുമാണ് വിശ്വാസം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ വിശ്വാസം ഇന്നും പിന്തുടരുകയാണ് കാഞ്ഞങ്ങാട്ടുകാർ. മടിയൻ കൂലോം പാട്ടുത്സവ ചടങ്ങിനിടയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തെയ്യം വരവിന് ശേഷമുള്ള ഇടവേളയിലാണ് അതിഞ്ഞാൽ ജമാഅത്ത് ഭാരവാഹികളും മാണിക്കോത്ത് ജമാഅത്ത് ഭാരവാഹികളും ക്ഷേത്രത്തിൽ സൗഹൃദ സന്ദർശനം നടത്തിയത്. ഉമർ സമർഗന്തും ക്ഷേത്രപാലകനും തമ്മിലുള്ള 700 വർഷത്തിനപ്പുറമുള്ള സൗഹൃദ ബന്ധത്തിന്റെ സ്മരണ പുതുക്കിയാണ് സന്ദർശനം. ഇന്ന് യുദ്ധത്തിൽ പോലും മനുഷ്യത്വം മാത്രമാണ് അന്ന് നിന്നത്. കാരണം മടിയൻ കൂലോം എന്നും ഒരു മലബാറിലത്തെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. അന്ന് പല തീരുമാനങ്ങളും രാജഭരണ കാര്യങ്ങളും തീരുമാനിക്കുന്നൊരു സ്ഥലമായിരുന്നു മടിയൻ കൂലോം എന്നുള്ളത് വ്യക്തമാണ്. പഴയകാല വിശ്വാസങ്ങൾ പിന്തുടരുന്നതുകൊണ്ട് കാഞ്ഞങ്ങാട് മേഖലയിൽ ഇന്നും മതസൗഹാർദ്ദം നിലനിൽക്കുന്നുവെന്ന് അതിഞ്ഞാൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് തെരുവത്ത് മൂസ. ഈ തെക്കൻ ഭാഗത്ത് ഈ മത സ്പർദ്ധ എന്ന് പറയുന്നത് ഉണ്ടായിട്ടേ ഇല്ല. പിൽക്കാലത്ത് സ്റ്റേറ്റ് കൊണ്ടില്ല എന്തോ ഒരു രാഷ്ട്രീയമായി ഉണ്ടായ ഒരു സംഭവിച്ച ബാക്കി പ്രശ്നങ്ങളൊന്നും ഇതെന്ന് പറഞ്ഞാൽ ഉണ്ടാവാറില്ല. ഇവിടെ ഇല്ല. വളരെ സൗഹൃദം എന്ന് പറഞ്ഞാൽ വളരെ സൗഹൃദം. അതായത് യാതൊരു ഇതുമില്ല. ഇതൊരു ചരിത്രപരമം തന്നെയാണ്. സാധാരണ ഉണ്ടാകുന്നൊരു ഒരു രണ്ട് സമുദായത്തെ തമ്മിൽ ഇങ്ങനെ സൗഹാർദ്ദം എന്നില്ല. ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്ന ഇരു ജമാഅത്ത് ഭാരവാഹികളെയും വിശ്വാസികളെയും ക്ഷേത്ര ഭാരവാഹികളും നവീകരണ കമ്മിറ്റി അംഗങ്ങളും ഭക്തരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് പുതുതലമുറയ്ക്ക് സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം പകരുമെന്ന് ഒന്നിച്ച് പ്രതിജ്ഞയെടുത്തു. മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും പെരുമ വിളിച്ചോതി ഇനി വരും വർഷം കാണാമെന്ന യാത്ര പറച്ചിലുമായി കാളരാത്രി അമ്മയുടെ അനുഗ്രഹത്തോടെ ഇരുകൂട്ടരും പിരിഞ്ഞു. അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. ഏതായാലും മതസൗഹാർദ്ദത്തിന്റെയും മാനവ സൗഹാർദ്ദത്തിന്റെയും ഇത്തരം കാഴ്ചകൾ നിറഞ്ഞതാണ് ദ റിയൽ കേരള സ്റ്റോറി എന്ന കാര്യത്തിൽ തർക്കമില്ല. കാസർകോട്ടെ മടിയൻ കൂലോം ക്ഷേത്ര ഭാരവാഹികൾക്കും സമീപത്തെ അതിഞ്ഞാൽ ജുമാ മസ്ജിദിൻ്റെ ഭാരവാഹികൾക്കും അവർ വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരാചാരമാണ്. അത് ഇനി അടുത്ത വർഷമായിരിക്കും വീണ്ടും ഈ ആചാരം വീണ്ടും നടക്കുക. ഏതായാലും അവർക്കൊക്കെയും അവിടുത്തെ ജനങ്ങൾക്കുമൊക്കെ നല്ല സ്നേഹം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.